അസ്സലാമുഅലൈക്കും, വെൽക്കം ടു മൈ ചാനൽ കസിൻസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ കുറച്ച് പാല്. ഞാൻ ഒരു ബൗളിലേക്ക് 3 മുട്ട നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ മൈദ ഉണ്ടല്ലോ, അത് നമുക്ക് അരച്ചെടുക്കാം. അതിന് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു അരിപ്പയിലിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം, അപ്പോഴാണ് കേക്ക് നന്നായി പൊന്തി വരുള്ളൂ. പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മൈദ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ, പിന്നെ സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തുന്നുള്ളൂ. ഞാൻ കേക്ക് മോൾഡിലേക്ക്, കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, അതിലേക്കാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. കേക്ക് മോൾഡ് ഇല്ലാത്തവർക്ക് ഇതായി പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിനെ പോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും നമുക്ക്. ഞാൻ 2 ഡിസൈൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് റെഡും കുറച്ച് നമ്മുടെ വാനിലേൻ്റെ മിക്സും കൂടെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒഴിച്ചു കൊടുത്തെന്നുള്ളൂ. എല്ലാതും ഞാൻ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഞാനൊരു കേക്ക് ടിന്നിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഒരു കുക്കറിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റൗണ്ട് വെച്ചിട്ട് നമ്മുടെ ഈ കേക്ക് ടിന്നൊക്കെ ഇറക്കി വെക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റായ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാട്ടോ. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായ കേക്കാണ്. പിന്നെ ഞാൻ വെറുതെ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തു എന്നുള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.